യമനിൽ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ സനയിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയെന്ന് ഹൂതികൾ ആരോപിച്ചു. സനയിലും ചെങ്കടലിലെ ഖമറാൻ ദ്വീപിലുമാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഹൂതികൾ വെടിവെച്ചിട്ടതായി പറയപ്പെടുന്ന US ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ചൊവ്വാഴ്ച നടന്ന മുന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 13 ഉയർന്നു. ഹൊദൈദയിലെ അൽ ഹവായിക്ക് ജില്ലയിലേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര കപ്പലുകളിൽ ആക്രമണം നടത്താൻ ഹൂതികൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഹൊദൈദ വിമാനത്താവളം ഈ പ്രദേശത്താണ്. ഹൂതികളെ പിന്തുണയ്ക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഹൂതികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണിത്. അതിനിടെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഗാസയിൽ ഇസ്രയേലിൽ തുടരുന്ന വംശഹത്യയിൽ 24 മണിക്കൂറിടെ 58 പേർ കൊല്ലപ്പെട്ടു. 213 പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രയേൽ പുനരാരംഭിച്ച കനത്താക്രമണത്തിൽ ഒരു മാസത്തിനിടെ മാത്രം 1499 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ദേർ അൽ ബലാഹിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 2 വയസ്സുകാരടക്കം 5 കുട്ടികളും ഉൾപ്പെടുമെന്ന് അൽ-അഖ്സ ആശുപത്രിയും അറിയിച്ചു. ദേർ അൽ ബലാഹിൽ തന്നെ മറ്റൊരു വീടും ബോംബിട്ട് തകർത്തു. 4 പേർ കൊല്ലപ്പെട്ടു. ബെയ്ത്ത്ലാഹിയിലെ വീട് ആക്രമിച്ച് കുടുംബത്തിലെ 7 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഗാസ സിറ്റിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പൊതുസ്ഥലത്ത് കൂട്ടിനിന്ന ആൾക്കൂട്ടത്തിലും സേന ബോംബിട്ടു. 4 പേർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു. ചൊവ്വാഴ്ച വെസ്റ്റ് ബാങ്കിൽ 30-കാരിയായ അമാന യാക്കൂബിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ജൂത കുടിയേറ്റ മേഖലയ്ക്കടുത്തുള്ള ട്രാഫിക് ജംഗ്ഷനിലാണ് സംഭവം. തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതിനാലാണ് വെടിവെച്ചത് എന്ന് സൈന്യം ന്യായീകരിച്ചു. അതിനിടെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി വളപ്പിലെ ടെന്റുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഫോട്ടോ ജേർണലിസ്റ്റ് അഹമ്മദ് മൻസൂറാണ് കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50,884 8 ആഴ്ച മാത്രം നീണ്ട വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ മാസം ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ മരണനിരക്ക് ഉയരുകയാണ്. ഗാസയിലുടനീളം സഹായ വിതരണം ഉൾപ്പെടെ സ്തംഭിച്ചു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അമേരിക്കൻ വംശജനായ ഒമർ അഹമ്മദ് റബിയ ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും USഉം അറിയിച്ചു. കൂടാതെ ഇറാനെതിരായ യുദ്ധം ഇസ്രയേൽ നയിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് USന്റെ ഭീഷണി. US ഇറാനിയൻ ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഭീഷണി. നേരത്തെ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനായി US നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കരുതേ എന്നാണ് USന്റെയും ഇസ്രയേലിന്റെയും നിലപാടെന്നും നെതന്യാഹു പറഞ്ഞു. 2015 USഉം മറ്റു ചില രാജ്യങ്ങളും ഇറാനും സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് പകരമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുമെന്ന് കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ട്രംപ് ഏകപക്ഷീയമായ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 2021 ബൈഡൻ ഭരണകാലത്ത് ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇറാനുമായി നടത്തിയെങ്കിലും ഫലപ്രാപ്തിയുണ്ടായില്ല. ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാതിരുന്നതാണ് കരാർ ഉണ്ടാക്കുന്നതിനും തടസ്സമായി നിന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.